പെട്രോൾ 500 രൂപയ്ക്ക്. ഓക്കെ ഇതെന്താ പെട്രോൾ ആണോ ഡീസൽ ആണോ ഏട്ടാ? അല്ല ഞാനിത് എന്താ കാണിക്കുന്നതെന്ന് വെച്ചത്. നമ്മൾ സുന്ദർശന്റെ പെട്രോൾ പമ്പ് വിളിക്കുക. ഇതാണ് ഈ പിള്ളേരുടെ ഒരു കുഴപ്പം. ഞാൻ എന്തേലും കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അനുകരിക്കും. സില്ലി ബോയ്സ്. ഏതാ വണ്ടി നിന്റെ? ബൈക്ക് സുന്ദർശൻ ലോറി ആയിക്കോ. ആ ലോറിയാ. ബൈക്കിന് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ബൈക്ക് പൊക്കും. ലോറിയാ പെട്രോൾ അടിച്ചു തരാം. എനിക്ക് പെട്രോൾ അടിക്കാറായോ നീ? ഞാൻ ഹെലികോപ്റ്ററിന് വരെ പെട്രോൾ ഓ അടിക്കും. ടീനേജറാണല്ലേ, മറന്നുപോയത്. ഞാൻ സുന്ദർശനെ അടിച്ചു കൊടുക്കാം. അതൊന്നും വേണ്ട, ഇത് ഞാൻ പെട്രോൾ അടിച്ചു കൊടുത്തോളാം. ഞാൻ അടിച്ചു കൊടുക്കാം. കണ്ണ പിടിച്ചു കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് തരാം. ഞാൻ അടിച്ചു കൊടുക്കാം. കണ്ണ വേണ്ട മോനെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. രണ്ടെണ്ണം നട്ട് നിങ്ങളെ അമ്മമ്മ വിളിക്കുന്ന അകത്ത് ചോറ് വിളമ്പിച്ചിരിക്കുന്ന അടുക്കളയിൽ പോ എടുത്ത് കഴിക്കും. ഞാൻ ലോറി അടിച്ചിട്ടേ പോകും. ലോറി പിന്നെ അടിക്കാം, നമുക്ക് പിന്നെ അടിക്കാം. മക്കള് ചെല്ല്. എന്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു. നിന്റെ വണ്ടിക്ക് മാറി മക്കളൊന്ന് വിട്ടാണ് ഞാൻ അവന്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കും. വണ്ടി എടുത്തു പോ. ഞാൻ സുന്ദർശനെ അടിച്ചു. വേണ്ട പോ വണ്ടി എടുത്തിട്ട് പോ. അമ്പരിക്കല്ലേ? അയ്യേ അയ്യേ നാണുണ്ട് സുന്ദർശന. അയ്യേ കൊച്ചേരെ കളിയാക്കുന്നു. പോടാ അടുക്കള ചോറ് വെച്ചിരിക്കുന്നുണ്ട്. പോടാ പോയി തിന്നടാ നീ. വണ്ടി വണ്ടിക്ക് ഞാൻ വണ്ടി പോടാ ഇറക്കാൻ. എന്തോന്നൊരു വലിയ പൊതിയൊക്കെ? ഇത് ചെറുക്കന് ഉച്ചയ്ക്ക് തന്നെയുള്ള ചോറ്. ആ ചോറ് പിന്നെ ഇല്ല, സർക്കാർ ഉദ്യോഗത്തിന് പോവല്ലേ ചോറും കട്ടി കൊടുത്തു വിടാൻ. ഏത് ഉദ്യോഗത്തിന് പോവുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് വിശക്കാതിരിക്കാൻ ഞാൻ കൊടുത്തു വിടും. എന്തേ നിങ്ങൾക്കെന്തോ? എടാ പൊതി. മക്കളെ സുമേഷ്, നീ ഒരു പട്ടാളക്കാരനോ പോലീസുകാരനായിട്ട് കാണണമെന്നായിരുന്നു അച്ഛൻ്റെ ഒരു ആഗ്രഹം. എന്താ വെച്ചാ പറയുന്നത്? ഇതിപ്പോ പട്ടാളക്കാരനായാലും പോലീസുകാരനായാലും അവരുടെ വണ്ടി നീങ്ങണമെങ്കിൽ ഞാൻ പെട്രോൾ അടിക്കണം. പക്ഷെ എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട. അത് അച്ഛനെ മനസ്സിലാക്കണം. അത് പോയിന്റ്. എടാ എന്നാലും മക്കളെ, ഒരു എയർ മാർഷലിന്റെ മോനായ നീയേ. എയർ മാർഷൽ അല്ല, ഫയർ മാർഷൽ. അത് പിന്നെ പറഞ്ഞുതരാം. മക്കള് ജോലിക്ക് പോകുന്നു. അതെല്ലാം വന്ന് പറയാൻ അറിഞ്ഞിട്ട് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ലാതെ പറഞ്ഞു കേട്ടിട്ട് അത് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ ചെറുക്ക? സമയം കളയാതെ. വേറെ സർപ്രൈസും ഉണ്ട്. മക്കളെ സർപ്രൈസ് ഒന്നും ഇപ്പം വരണ്ട. അതൊക്കെ സാലറി കിട്ടിയിട്ട് മതി. വേറെ സർപ്രൈസ്. നിങ്ങൾ കണ്ണടക്കണം. കണ്ണ് അടയ്ക്കാൻ പറ്റത്തില്ല. നീ പറ. കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ഒന്നല്ല 2 ലഡു ഇങ്ങോട്ട് പൊട്ടും. ഡേ ഞങ്ങള് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ പറ്റുമോടേ? ആദ്യം അച്ഛൻ ഞാൻ പറഞ്ഞു ഇപ്പത്തെ കണ്ണട. കണ്ണടയ്ക്ക്. ഇപ്പത്തെ കണ്ണടാ. കണ്ണടാ ഞാൻ അടച്ചാലേ നീ അടയ്ക്കും. അടച്ച് തുറക്കട്ടാ തുറക്കല്ലേ തുറക്കട്ടാ. എന്തോ തുറക്കട്ടാ. സർപ്രൈസ് എവിടെ? ഇതാണ് സർപ്രൈസ്. ദിവസം നടന്നില്ലേ ഞങ്ങളുടെ പമ്പിലെ പുതിയ ലേഡീസ് സ്റ്റാഫാണ് ഇത്. ഞാന് സുമയുടെ കൂടെ ജോലിക്ക് പോവാ ഇന്ന് തൊട്ട്. അയ്യേ, എവന്റെ പമ്പിൽ പെട്രോൾ അടിക്കാൻ നീയും കൂടെ ജോലിക്ക് പോകുന്ന? അച്ഛൻ 2 മക്കള് പണിക്ക് പോകുമ്പോ അവരെ അനുഗ്രഹിച്ചുവിടാനും ചുമ്മാ ഇങ്ങനെ അച്ഛൻ പറയുന്നത്. അയ്യെന്ന് കണ്ട സ്വന്തം മകളുടെ കാര്യം പറഞ്ഞപ്പോ കണ്ട നിന്റെ അച്ഛൻ മറുകണ്ഠം ചാടിയത്. പണ്ട് ഞാൻ ആശയെ ജോലിക്ക് വിടണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും പറ്റത്തില്ല, പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിന് എന്തോ കുഴപ്പം എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തോ സ്വന്തം മകളുടെ കാര്യം വന്നപ്പം എന്താ പ്രശ്നം? അവള് ജോലിക്ക് പോകുന്നേരം ദിസ് ഈസ് നോട്ട് ഫെയർ ഡാഡി, നോട്ട് അറ്റ് ഓൾ ഫെയർ. പമ്പിൽ പെട്രോൾ അടിക്കാനല്ലേ പോണത്, ഓഫീസിൽ നിന്ന് ഫയൽ വെക്കാനൊന്നുമില്ല. കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വളംപ്പെട്ട കേട്ടോ. അയ്യോ അച്ഛൻ ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. ഉദാഹരണം നമ്മൾ ഒരു ഇംഗ്ലീഷ് കസ്റ്റമർ വാടി നീ വണ്ടി ഓടിച്ചോണ്ടാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈക്കിൽ വരുന്നേ. Can I give petrol? Yeah, sure. Sure. How much amount? Please pour for 100 rupees. Oh yeah, നമ്മൾ 100 rupees അടിച്ചു കൊടുത്തു. ഇനി ഹിന്ദിക്കാരൻ വന്നു. Thank you. Thank you കൊടുത്തു വിട്ടു. ഹിന്ദിക്കാരനോ? अरे साहब जी, नमस्कार भाई. पेट्रोल डालो ना. कितना डालो ना? कितना? 100 रुपए का डालो. 100 रुपए का डालो. വെരി വേഴ്സ്. चलो भाई. നീ തെലുങ്ക് വാടി തെലുങ്ക് വാ. തെലുങ്ക് വന്നു കഴിയുമ്പോ നീ ആരോഗ്യ చూసుకోండి. ఇదన్నా చూసుకోండి. പെട്രോൾ పెట్రోల్ మిరిందాంగ నీ సందడి వందరి కొందురా చెప్పుగాడు കണ്ട കുട്ടി കിട്ടും. അതെ ഇത്രയും കഷ്ടപ്പെട്ട് വേണം ഇത് ജോലി ചെയ്യാൻ. ഇത്രയും ഭാഷ ഞങ്ങൾ പഠിച്ചിരിക്കണം. ഒരു സിമ്പിൾ കാര്യമാണ്.
പോവാം ഏ പോവാം അനുഗ്രഹം വാങ്ങിക്കട്ടെ ആ വാങ്ങണം വാ മക്കളെ. ഒന്ന് അനുഗ്രഹിക്കച്ച ഒന്ന് ചിരിക്കച്ച എന്നാ ചിരിക്കാച്ചാ പറഞ്ഞു വിളച്ചാ നിന്റെ കെട്ടിയന്റെ അനുഗ്രഹം വാങ്ങിച്ചാ അതുള്ളതില്ലാത്ത അനുഗ്രഹം തന്നു അല്ല അവള് നീ പക്ഷെ നാത്തും ചേട്ടനും അനുഗ്രഹം വാങ്ങിച്ചില്ലടാ അത് നമുക്ക് ഫോൺ മേടിച്ച് വായിക്കാം അച്ഛൻ ഒന്ന് അനുഗ്രഹിക്കണം അച്ഛാ ഞങ്ങൾ അനുഗ്രഹിക്കണം ഉള്ളവരൊക്കെ വാ, വാ, മക്കളെ. Everything will be fine. ആ, പോയി വാ, പോയി വാ. The very best. അമ്മച്ചി പൊളി വാ ഇനി നിന്ന് പോയിട്ട്